അലമാരയിലെ പുസ്തകക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് പുതിയൊരു അതിഥി കൂടി വന്നു കേട്ടോ. വിനയ് കൃഷ്ണ വി വിനോദിന്റെ മാറ്റത്തിന്റെ അലകൾ. 72 പേജുകളിലൂടെ അപർണയുടെയും ഗായത്രിയുടെയും സൗഹൃദത്തിന്റെ കഥ മനോഹരമായി പങ്കുവയ്ക്കുന്ന ഒരു പുസ്തകം. ഈ പുസ്തകത്തിലെ ഓരോ വരികളിലൂടെയും കണ്ണോടിക്കുമ്പോൾ എവിടെയൊക്കെയോ കണ്ടുവരുന്ന മുഖങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. 100-100 പവൻ കൊടുത്ത് മോളെ വിറ്റുന്ന അഭിമാനത്തോടെ പറയുന്ന ഒരു അച്ഛനെ കാണാൻ പറ്റും. സങ്കടങ്ങളെല്ലാം വീട്ടിലേക്ക് വിളിച്ച് കരഞ്ഞു പറയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും മോനെ എന്ന് പറയുന്ന ഒരു അമ്മയെ കാണാൻ പറ്റും. ജീവിതം പാതി വഴിയിലും അടുത്തൊരു പെണ്ണിനെ കാണാൻ പറ്റും. അവളുടെ അതിജീവനത്തിൻ്റെ കഥ കാണാൻ പറ്റും. ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് കല്യാണമാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തെ കാണാൻ പറ്റും. നാട്ടുകാരെന്നാ വിചാരിക്കുന്ന ആലോചിക്കുന്ന എന്നെയും നിന്നെയും കാണാൻ പറ്റും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, താൻ ഓക്കെ ആണോ? ഈ ഒരു ചോദ്യം നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് മനുഷ്യന്മാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ഇന്ന് വരെ നമ്മളങ്ങനെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവുമോ? ഇല്ല അല്ലേ? ഇന്ന് വരെ ജീവിതത്തിൽ എന്ത് നേടി എന്നുള്ളതിൻ്റെ പട്ടിക എടുത്ത് നോക്കുമ്പോൾ ആ പട്ടികയിൽ ഇഷ്ടങ്ങളെക്കാളേറെ നഷ്ടങ്ങൾ ഉണ്ടാവുമല്ലേ? മറ്റാർക്കു വേണ്ടി നമ്മൾ ഉപേക്ഷിച്ച ഒരുപാട് ആഗ്രഹങ്ങൾ. ഈ പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഉള്ളിലേക്ക് കയറി വരുന്നൊരു തോന്നലുണ്ട്. എന്താണെന്നറിയോ? ഇനിയെങ്കിലും എനിക്ക് വേണ്ടി ജീവിക്കണമെന്ന്, എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന്. അല്ലെങ്കിലും ചില പുസ്തകങ്ങളും ചില എഴുത്തുകാരും അങ്ങനെയാണ്, നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിക്കും. മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമുക്കൊക്കെ ജീവിക്കാൻ കഴിയട്ടെ.